സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 68-ാം സങ്കീർത്തനം 34-ാം തിരുവചനം. ദൈവത്തിൻ്റെ ശക്തി ഏറ്റുപറയുവിൻ. സങ്കീർത്തകനായ ദാവീദ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മോട് പ്രഖ്യാപിക്കുകയാണ്, ദൈവത്തിൻ്റെ ശക്തി ഏറ്റുപറയുവിൻ. നമ്മുടെ ജീവിതം മുഴുവൻ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലാണ്. എന്തുമാത്രം നന്മകളാണ് നമ്മുടെ ബുദ്ധിക്ക് അതീതമായ വിധത്തിൽ ദൈവത്തിൻ്റെ ശക്തമായ പ്രവർത്തികൾ നമ്മുടെ ജീവിതങ്ങളിൽ വെളിപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും കർത്താവിൻ്റെ ശക്തിയെ ഏറ്റുപറയുവാൻ, കർത്താവിൻ്റെ പരിപാലനയെ പ്രഖ്യാപിക്കുവാൻ, കർത്താവിൻ്റെ വിശ്വസ്തതയെ പ്രകീർത്തിക്കുവാനുള്ള തീരുമാനം നമുക്കുണ്ടാകണം. ഈ ഒരു ചിന്തയോടെ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തെ ഭാരപ്പെടുത്തുന്ന നിരവധിയായ പ്രശ്നങ്ങൾ, നമ്മുടെ കുടുംബം നേരിടുന്ന തകർച്ചകൾ, നമ്മുടെ മക്കളെക്കുറിച്ച്, ബിസിനസ്സിനെ കുറിച്ച്, നഷ്ടപ്പെട്ട നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച്, വിവിധങ്ങളായ നമ്മുടെ ആവശ്യങ്ങൾ, ഇതെല്ലാം കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ചൊരു മനസ്സോടെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മുടെ കുടുംബങ്ങളിലേക്ക് ദൈവശക്തി ഇറങ്ങി വരുന്ന സമയം, നമ്മുടെ നിയോഗങ്ങളിലേക്ക് ദൈവശക്തി വ്യാപരിക്കുന്ന സമയം, നമ്മുടെ തലമുറകളിലും നമ്മുടെ കൂട്ടായ്മകളിലെല്ലാം ദൈവശക്തിയുടെ ചലനങ്ങൾ സ്വർഗം നൽകുന്ന മണിക്കൂറുകളാണ്. ഈ വലിയ ബോധ്യത്തോടെ ഒരു നിമിഷം നമ്മൾ എഴുന്നേറ്റ് നിന്ന് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി ജീവിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ. പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ദൈവശക്തിയാൽ, ദൈവശക്തിയാൽ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, കൂട്ടായ്മകളിലേക്ക്, കൂട്ടായ്മകളിലേക്ക്, സമൂഹങ്ങളിലേക്ക്, സമൂഹങ്ങളിലേക്ക്, ആവശ്യങ്ങളിലേക്ക്, ആവശ്യങ്ങളിലേക്ക് ഇറങ്ങി വരണമേ, ഇറങ്ങി വരണമേ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. ജീവിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാം, കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാം. ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വരിക പരിശുദ്ധാത്മാവേ, വരിക പരിശുദ്ധാത്മാവേ, പ്രവർത്തിക്കുക പരിശുദ്ധാത്മാവേ, പ്രവർത്തിക്കുക പരിശുദ്ധാത്മാവേ, അഭിഷേകം ചെയ്യുക പരിശുദ്ധാത്മാവേ, അഭിഷേകം ചെയ്യുക പരിശുദ്ധാത്മാവേ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. കരമടിച്ചെല്ലാം മറന്ന് ദൈവത്തിന്റെ ശക്തിയെ പ്രകീർത്തിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ചു പ്രാർത്ഥിക്കുക. ആത്മീയ നടത്തിപ്പിന് വേണ്ടി, ആത്മാവ് നൽകുന്ന അഭിഷേകത്തിന് വേണ്ടി, ആത്മാവിന്റെ ജീവനുള്ള സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിച്ച് കരഘോഷത്തോട് ഒരുമിച്ച് നമ്മൾ പാടി ഈശോയെ ആരാധിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബലഹീനതയിൽ ബലമേകും ബലവാനായോ നടത്തിയിടുന്നു. നമ്മുടെ കർത്താവ് എത്ര വിശ്വസ്തനാണ്. കർത്താവിന്റെ വിശ്വസ്തയിൽ ശരണപ്പെട്ടുകൊണ്ട് പാടുകയാണ്. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. യേശുവേ കൃപ നൽകണമേ, കൃപ നൽകണമേ, കൃപ വർഷിക്കണമേ. കൃപയാലേ അനുദിനവും എന്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. എന്റെ കൃപ കൊണ്ട് ഞങ്ങളെ മൂടണമേ. തിരുവചനം
അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിയിടുന്നു. അനശ്വരമായ വചനം കർത്താവ് നമ്മളെ പരിപാലിക്കുകയാണ്. കാരണം അല്പം ഉയർത്തിയടിച്ച് കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. ഒന്ന് ആഗ്രഹിച്ചങ്ങ് പാടിക്കേ. കർത്താവേ കൃപ പകരണമേ, അഭിഷേകം നൽകണമേ, സാന്നിധ്യം നൽകണമേ, ശക്തി അയക്കണമേ. ദൈവ കൃപ വ്യാപരിക്കട്ടെ. കൃപയാൽ അനുദിനവും. ആമേൻ ആമേൻ. ആവർത്തിച്ചങ്ങ് പറഞ്ഞേ. കൃപയാൽ അനുദിനവും കൃപയാൽ അനുദിനവും. ഒരിക്കൽ കൂടെ കൃപയാൽ അനുദിനവും. ഇരക്കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ജീവിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് ഇടിമുഴക്ക ശക്തിയോടെ പെരുവെള്ളത്തിന് ഇടുമ്പോഴോടെ നമ്മൾ ഒരുമിച്ചൊരു മനസ്സോടെ യേശു നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, അത്ഭുതങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ രാജാവേ, ഞങ്ങൾക്കായി കരങ്ങൾ നീട്ടണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പാപശക്തികളെ തകർക്കുന്ന കർത്താവിന്റെ കരമേ, ശാപകെട്ടുകളെ പൊട്ടിക്കുന്ന കർത്താവിന്റെ കരമേ, തിന്മയുടെ ആധിപത്യങ്ങളെ നിർവീര്യമാക്കുന്ന കർത്താവിന്റെ കരമേ, ഞങ്ങളെ വിശ്വസ്തരെ പരിപാലിക്കുന്ന കർത്താവിന്റെ കരമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വരിക പരിശുദ്ധാത്മാവേ, കുടുംബങ്ങളിലേക്ക്, കൂട്ടായ്മകളിലേക്ക്, ദേശങ്ങളിലേക്ക്, ലോകരാജ്യങ്ങളിലേക്ക് ശക്തിയോടെ വരിക പരിശുദ്ധാത്മാവേ. സ്പിരിറ്റ് ഓഫ് ഗോഡ് മൂവ്. ആത്മശക്തിയായി, ആത്മസാന്നിധ്യമായി, ആത്മീയ നടത്തിപ്പായി, ആത്മകൃപയായി പതിനായിരങ്ങളിൽ നിറയുക പരിശുദ്ധാത്മാവേ. ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളുടെ ജീവിതങ്ങളെ കഴുകണമേ. യേശുനാമത്താൽ, യേശു രക്തത്താൽ, യേശു വചനത്താൽ പരിശുദ്ധാത്മാവേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ സ്തുതി ആരാധനയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പതിനായിരങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവേ ദൈവകൃപയായി വരണമേ. ഇവിടെ ആവശ്യങ്ങളെ, നിയോഗങ്ങളെ പരിശുദ്ധാത്മാവേ ആശീർവദിക്കണമേ. ബ്ലെസ് ബ്ലെസ് ലോർഡ്. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. കർത്താവിന്റെ വചനമേ ഞങ്ങളോട് സംസാരിക്കണമേ. പരിശുദ്ധാത്മാവേ ദൈവത്തിന്റെ ആലോചനയാൽ ഈ സമയം ഞങ്ങളേവരെയും സമ്പന്നമാക്കണമേ. പരിശുദ്ധമ്മേ, ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയമേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. നിൻ വചനം ധ്യാനിക്കുമ്പോൾ. പ്രിയ ദൈവമക്കളെ, നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. ഈ വചനവേദിയിൽ പ്രഘോഷിക്കപ്പെടുന്ന ഓരോ വചനവും കൃപയായി മാറുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുക. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് കർത്താവിൽ പൂർണ്ണമായും വിശ്വാസമർപ്പിക്കുക. നമ്മുടെ കർത്താവിൽ പൂർണ്ണമായും വിശ്വാസമർപ്പിക്കുക. കർത്താവിൽ ആരെല്ലാം പൂർണ്ണമായും വിശ്വാസമർപ്പിക്കുന്നുവോ അവർക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല. അവർ നിരാശപ്പെടുവാൻ കർത്താവ് അനുവദിക്കുകയില്ല. ആരെല്ലാം കർത്താവിൽ പൂർണ്ണമായും വിശ്വാസമർപ്പിക്കുന്നുവോ അവരെ എല്ലാം വിശ്വസ്തയോടെ പരിപാലിക്കുവാനും കാക്കുവാനും യേശു ക്രിസ്തുവിന് കഴിയും. കാരണം കർത്താവ് ഒരിക്കലും നമ്മെ ചതിക്കുകയില്ല. ആരെല്ലാം നമ്മെ ചതിച്ചാലും നമ്മെ വഞ്ചിച്ചാലും നമ്മൾ എന്തുമാത്രം അവിശ്വസ്തരായിരുന്നാലും
നമ്മെ ചതിക്കുവാനോ തകർക്കുവാനോ ഒരിക്കലും കർത്താവായ യേശുവിനെ കഴിയുകയില്ല എന്ന് ദൈവത്തിൻ്റെ തിരുവെഴുത്ത് ആവർത്തിച്ച് നമ്മോട് വ്യക്തമാക്കുകയാണ്. എന്തുമാത്രം ആശ്വാസം തരുന്ന വചനമാണിത്. സുഭാഷിത പുസ്തകം 3-ാം അധ്യായം 5-ാം തിരുവചനം. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുമരുത്. ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന ആലോചന എന്താണ്? പല പ്രാവശ്യം നമ്മൾ വായിച്ച് ധ്യാനിച്ചിട്ടുള്ള വചനമാണിത്. സ്വന്തം ബുദ്ധിയിൽ വിശ്വാസമർപ്പിക്കരുത്. നമ്മുടെ അനുഭവങ്ങളിലെ, നമ്മുടെ പരിചയങ്ങളിലെ, നമ്മൾ വായിച്ചു പഠിച്ച കാര്യങ്ങളിലെ, ഈ ലോകത്തിലെ സംവിധാനങ്ങളിലെ നമ്മൾ പൂർണ്ണമായി വിശ്വാസമർപ്പിക്കരുത്. നമ്മൾ വിശ്വാസമർപ്പിക്കേണ്ടത് ദൈവമായ കർത്താവിലാണ്. സർവശക്തനും സർവാധിപനുമായ ദൈവത്തിൽ ആരെല്ലാം വിശ്വാസമർപ്പിക്കുന്നുവോ അവർക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല. 34-ാം സങ്കീർത്തനം 5-ാമത്തെ വചനം ഈ സത്യമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അവിടുത്തെ നോക്കിയവരെല്ലാം പ്രകാശിതരായി, അവർക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല. അവിടുത്തെ നോക്കിയവരെല്ലാം ആരെല്ലാം കർത്താവിനെ അന്വേഷിക്കുന്നുവോ, ആരെല്ലാം കർത്താവിൻ്റെ പദ്ധതിയിൽ നിൽക്കുന്നുവോ, ആരെല്ലാം ദൈവമായ കർത്താവിനെ ആശ്രയിക്കുന്നുവോ അവർക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല. ഒരു സംശയം ആർക്കും വേണ്ട. അവർ ലജ്ജിതരാകാൻ, അവർ നിരാശിതരാകാൻ, അവർ നശിച്ചു പോകാൻ ഒരിക്കലും കർത്താവ് സമ്മതിക്കുകയില്ല. ഇതിനോട് ബന്ധപ്പെട്ട് എന്തുമാത്രം അനുഭവങ്ങൾ നമുക്കൊക്കെ സാക്ഷ്യപ്പെടുത്താനുണ്ട് പ്രിയപ്പെട്ടവർ. കർത്താവ് നമ്മളെ സൂക്ഷിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, കർത്താവ് നമ്മളെ പരിപാലിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, കർത്താവിൻ്റെ കരങ്ങൾ നമ്മെ സംരക്ഷിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ പലരും ജീവനോടെ ഈ ലോകത്തിൽ തന്നെ ഉണ്ടാകുമായിരുന്നില്ല. എന്തുമാത്രം ഞെരുക്കങ്ങളും പ്രതിസന്ധികളൊക്കെ നമ്മൾ വരിഞ്ഞു മുറുക്കി. എന്നാൽ ഇതിൻ്റെ നടുവിൽ അത്ഭുതകരമായ കർത്താവ് പരിപാലിച്ചില്ലേ? വീഴാതെ വണ്ണം നമ്മളെ അവിടുന്ന് സൂക്ഷിച്ചില്ലേ? ഈ അനുഭവങ്ങളൊക്കെ എന്താ നമ്മോട് പറയുന്നത്? കർത്താവിൽ വിശ്വാസം അർപ്പിച്ചാൽ അവിടുന്ന് എല്ലാം നോക്കിക്കൊള്ളും, അവിടുന്ന് എല്ലാം ക്രമപ്പെടുത്തും. ഇത് തന്നെയാണ് വിശുദ്ധ പൗലോസ് സഭയെ പഠിപ്പിക്കുന്നത്. തിമോത്തിയോസിന്റെ 2-ാമത്തെ ലേഖനം 2:13 നമ്മൾ അവിശ്വസ്തരായിരുന്നാലും അവിടുന്ന് വിശ്വസ്തരാണ്. എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ചൊരു വചനമാണ്. നമ്മൾ പല കാര്യങ്ങളിൽ അവിശ്വസ്തരാണ്. വാക്കു പറഞ്ഞാൽ പലപ്പോഴും പാലിക്കുന്നില്ല. നമ്മുടെ തീരുമാനങ്ങളിലെ, നമ്മുടെ സമർപ്പണത്തിലെ, നമ്മുടെ വിശുദ്ധ ജീവിതത്തിലെ, നമ്മുടെ വിശ്വാസത്തിലെ, വിശ്വസ്തയുള്ള ബന്ധത്തിലെ എല്ലാം നമ്മൾ പലപ്പോഴും അവിശ്വസ്തരായിട്ടുണ്ട്. കർത്താവിനെ വേദനിപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ തീരുമാനങ്ങൾ നമ്മൾ പിന്മാറിപ്പോയിട്ടുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം വ്യക്തമാക്കുകയാണ്, നമ്മൾ അവിശ്വസ്തരായിരുന്നാലും നമ്മെ വിളിച്ചവനായ കർത്താവ് വിശ്വസ്തനാണ്. ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് നമ്മുടെ ബലം. എല്ലാവരും ശ്രദ്ധിച്ച്, നമ്മുടെ കരുത്ത് നമ്മുടെ മസിൽ പവർ അല്ല, കർത്താവിൻ്റെ വിശ്വസ്തതയാണ്. നമ്മുടെ ശക്തി എന്ന് പറയുന്നത്, നമ്മുടെ ആനന്ദം എന്ന് പറയുന്നത് അവിടുത്തെ വിശ്വസ്തതയാണ്. കർത്താവിൻ്റെ വിശ്വസ്തതയിൽ എപ്പോഴും ശരണപ്പെടുവാനുള്ള ആഗ്രഹം എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ഇതിനോട് ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് ധ്യാനിക്കാൻ പോകുന്ന മാർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 21 മുതൽ 43 വരെയുള്ള വചനങ്ങളാണ്. ആരെല്ലാം കർത്താവിൽ വിശ്വാസം അർപ്പിക്കുന്നു അവരുടെ ജീവിതത്തിൽ എപ്രകാരമാണ് ദൈവം ഇടപെടുന്നതെന്ന് ഈ വചനങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് വ്യക്തമാക്കുകയാണ്. 5:21 എന്താ വചനം പറയുന്നത്? യേശു വഞ്ചിയിൽ കയറി മറുകര എത്തിയപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം അവന് ചുറ്റും കൂടി. യേശു കടൽ തീരത്ത് നിൽക്കുകയായിരുന്നു. കർത്താവിനെ കാണുവാൻ, കർത്താവിനെ കേൾക്കുവാൻ, യേശു നൽകുന്ന സൗഖ്യം സ്വന്തമാക്കുവാൻ ആയിരങ്ങൾ യേശുവിന് ചുറ്റും തിങ്ങിക്കൂടിയിരിക്കുകയാണ്. 22-ാമത്തെ വചനം പറയണം, അപ്പോൾ സിനഗോഗ് അധികാരികളിൽ ഒരുവനായ ജായിറോസ്
യേശുവിൻ്റെ അരികിൽ വന്നു. കർത്താവിൽ വിശ്വാസമർപ്പിച്ച വ്യക്തിയായിരുന്നു ജായറോസ്. ഈ ജായറോസിലുള്ള 4 കാര്യങ്ങൾ നമ്മൾ വചനത്തിലൂടെ ധ്യാനിക്കാൻ പോവുകയാണ്. ഒന്നാമത്തെ കാര്യം, എന്താണ് ജായറോസിന്റെ പ്രത്യേകത? അവൻ കർത്താവിൽ പൂർണ്ണമായി വിശ്വാസം അർപ്പിച്ചവനായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ ഒന്നാമത്തെ പ്രത്യേകത സെൽഫ്ലെസ് ആറ്റിറ്റ്യൂഡാണ്, സ്വാർത്ഥതയില്ലാത്ത മനോഭാവം. ജായറോസ് ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സിനഗോഗിൻ്റെ, കഫർനാം എന്ന സിനഗോഗിൻ്റെ അധികാരിയാണ്. ഈ അധികാരിയായ ജായറോസ് യേശുവിൻ്റെ അരികിലോട്ടാണ് വരുന്നത്. സിനഗോഗ് അധികാരിയുടെ ഇടയിൽ യേശുവിന് ആ നാളുകളിൽ ഒരു വിലയുമില്ലായിരുന്നു. മാത്രമല്ല, യേശുവിൻ്റെ വചനം കേൾക്കാൻ ആരെങ്കിലും ചെന്നെന്ന് കേട്ടാൽ ഇവർ അവരെ ഒറ്റപ്പെടുത്തും, ബാൻ ചെയ്യും. അവരുടെ സൊസൈറ്റിയിൽ നിന്ന്, അവരുടെ സമൂഹത്തിൽ നിന്ന് അവരെ പുറത്താക്കും. ജായറോസിന് മുമ്പിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട്. തൻ്റെ സമുദായത്തിൽ താൻ ഒറ്റപ്പെട്ടു പോകും. ഈ അധികാര സ്ഥാനം തനിക്ക് നഷ്ടപ്പെടും. താൻ ഒന്നുമില്ലാത്തവനെ പോലെയായി തീരും. പലവിധ പ്രതിസന്ധികൾ ജായറോസിന് മുമ്പിലുണ്ടായിരുന്നു. പക്ഷെ ജായറോസ് തീരുമാനിച്ചു, എൻ്റെ അധികാരം നഷ്ടപ്പെട്ടാലും, എൻ്റെ സമുദായം എന്നെ ഒറ്റപ്പെടുത്തിയാലും, എന്തൊക്കെ എനിക്ക് സഹിക്കേണ്ടി വന്നാലും ഞാൻ കർത്താവായ യേശുവിന് അരികിൽ ചെല്ലും. എൻ്റെ സങ്കടം, എൻ്റെ വേദന ഞാൻ യേശുവിനെ അറിയിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ അരികിലോട്ട് വരുവാൻ ഒന്നും നമുക്ക് തടസ്സമാകരുത്. നമ്മുടെ കുടുംബം, നമ്മുടെ മക്കള്, നമ്മുടെ ജോലി, നമ്മുടെ ബിസിനസ്, നമ്മുടെ ശുശ്രൂഷ, നമ്മുടെ മറ്റ് സംവിധാനങ്ങൾ, യാതൊന്നും കർത്താവിൻ്റെ അരികിലെത്തുവാൻ, കർത്താവിനെ കേൾക്കുവാൻ, കർത്താവിനെ കാണുവാൻ, കർത്താവായ യേശുവിനെ കണ്ടുമുട്ടുവാൻ, ഇതൊന്നും പ്രിയപ്പെട്ടവരെ തടസ്സമാകരുത്. ജായറോസിന്റെ ജീവിതത്തിലൂടെ ഒന്നാമതായി പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചന ഇതാണ്, സെൽഫ്ലെസ് ആറ്റിറ്റ്യൂഡ്. യെശയ്യാ പ്രവചനം 66:2 നമ്മൾ കാണുന്നില്ലേ? ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. അനുതാപ ഹൃദയത്തോടെ, കർത്താവിനെ പ്രതിയുള്ള ആ റെവറൻസ്, ബഹുമാനത്തോടെ, ആദരവോടെ ആരെല്ലാം അവിടുത്തെ സന്നിധിയിൽ വ്യാപരിക്കുന്നോ അവരിലേക്ക് കൃപ കടന്നു വരും, അവരിലേക്ക് അഭിഷേകം ഒഴുകപ്പെടുമെന്ന് വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. അപ്പൊ സെൽഫ്ലെസ് ആറ്റിറ്റ്യൂഡ്, മറ്റെന്തിനേക്കാളും ഉപരി കർത്താവിനെ ആഗ്രഹിക്കുക, കർത്താവിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി ദാഹിക്കുക. ഇതാണ് ജായറോസ് ചെയ്തത്. എന്തൊക്കെ എനിക്ക് നഷ്ടപ്പെടേണ്ടി വന്നാലും എനിക്ക് യേശു മതി, എനിക്ക് എൻ്റെ കർത്താവ് വേണം, അവൻ്റെ സാന്നിധ്യം വേണം, എനിക്ക് അവനെ കാണണം, എനിക്ക് അവനെ കണ്ടുമുട്ടണം. ഈ ഒരു ആഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ നമ്മിലേക്ക് കൃപ ഒഴുകുവാൻ അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ടത്. ജായറോസിന്റെ രണ്ടാമത്തെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? 23-ാം വചനം, അവിടെ വചനം എന്താ പറയുന്നത്? അവൻ യേശുവിൻ്റെ കാൽക്കൽ വീണു. ഒരു വലിയ ജനക്കൂട്ടം കർത്താവിൻ്റെ അരികിൽ നിൽപ്പുണ്ട്. ജായറോസ് സമൂഹത്തിനിടയിൽ നല്ല വിലയും നിലയുള്ള മനുഷ്യനാണ്. അന്നത്തെ ഏറ്റവും വലിയ സിനഗോഗിന്റെ അധികാരിയാണ്. ഈ അധികാരിയായ മനുഷ്യൻ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ യേശുവിൻ്റെ കാൽക്കൽ വീഴുകയാണ്. ഹംബിൾ ആറ്റിറ്റ്യൂഡാണ്, താഴ്മയുള്ള മനോഭാവം. എവിടെ താഴ്മയുണ്ടോ അവിടെ കൃപയുണ്ട്, എവിടെ താഴ്മയുണ്ടോ അവിടെ അഭിഷേകമുണ്ട്, എവിടെ താഴ്മയുണ്ടോ അവിടെ പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പുണ്ട്, നിയന്ത്രണമുണ്ട്. ജായറോസിൻ ജീവിതം അതാ സംഭവിച്ചവൻ. അവൻ കാൽക്കൽ വീഴുകയാണ്. തൻ്റെ അധികാര സ്ഥാനവും ഉന്നത ഭാവമൊക്കെ മാറ്റിവെച്ച്, അല്ലെങ്കിൽ കൂടി നിൽക്കുന്ന ഈ മനുഷ്യൻ എന്ത് വിചാരിക്കും? ഇദ്ദേഹം എന്താണ് ഈ കാണിക്കുന്നത്? ഇദ്ദേഹം ഇത്രയും വലിയ ഉന്നതനായ മനുഷ്യനല്ല, അധികാരിയല്ലേ? ജനം എന്ത് വിചാരിക്കുമെന്നൊന്നും ജായറോസ് ചിന്തിച്ചില്ല. അവൻ യേശുവിൻ്റെ കാൽക്കൽ വീണു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു താഴ്മ നമുക്കുണ്ടാകണം. നമ്മൾ എന്തുമാത്രം ഉന്നതരാണെങ്കിലും, നമ്മളിൽ എന്തുമാത്രം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുണ്ടെങ്കിലും, ഇതെല്ലാം നമ്മെ താഴ്മയിലേക്ക്, എളിമയിലേക്ക് അനുദിനം നയിക്കണം. യാക്കോബ് പറയുന്നില്ലേ 4:10, കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങൾ താഴ്മയുള്ളവരായിരിക്കും, അവിടുന്ന് നിങ്ങളെ ഉയർത്തും. നമ്മുടെ ജീവിതങ്ങൾ ഉയർത്തപ്പെടുന്നത് ഈ ഒരു മനോഭാവത്തിലേക്ക് വരുമ്പോഴാണ്.
അഹങ്കാരികളെ ചിതറിക്കും. പ്രിയപ്പെട്ടവർ, ഒരു നന്മയും കർത്താവിൽ നിന്ന് അങ്ങനെയുള്ളവർക്ക് ലഭിക്കുകയില്ല. ഇന്ന് പലരുടെ നാശത്തിന് തകർച്ചയുടെ കാരണം അഹങ്കാരമാണ്, സ്വാർത്ഥപരമായ ചിന്തകളാണ്. ജായിറോസിന്റെ ജീവിതത്തിലേക്ക് നോക്കി. ഇത്രയും ഉന്നതനായ മനുഷ്യൻ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കർത്താവിൻ്റെ കാൽക്കൽ വീഴുകയാണ്, എളിമപ്പെടുകയാണ്. പത്രോസിൽ എഴുതിയ 1-ാമത്തെ ലേഖനം 5:6 നമുക്കറിയാം. ദൈവത്തിന് ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കുക. കണ്ടോ, താഴ്മയോടെ. നമ്മൾ ആര് തന്നെയാണെങ്കിലും താഴ്മയോടെ നിൽക്കുമ്പോൾ തക്ക സമയത്ത് അവിടുന്ന് നമ്മെ ഉയർത്തിക്കൊള്ളും. ഹല്ലേലൂയ! എത്ര അനുഗ്രഹിക്കപ്പെട്ട വചനമാണ്. നമ്മൾ ഉയർത്തുവാൻ, നമ്മളെ കാക്കുവാൻ, നമ്മളെ വളർത്തുവാൻ കർത്താവിൻ്റെ കരങ്ങൾക്ക് ശക്തിയുണ്ട്. താഴ്മയുണ്ടാകണം. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്, എല്ലാം ദൈവത്തിൻ്റെതാണ്. ഒന്നും എൻ്റേതല്ല. എൻ്റെ കുടുംബം, എൻ്റെ മക്കള്, ആരോഗ്യം, സൗന്ദര്യം, ബിസിനസ്, കഴിവുകൾ, യോഗ്യതകൾ, ഞാൻ ഉപയോഗിക്കുന്ന വസ്തുവകകൾ, മിഷൻ, മിനിസ്ട്രി എന്ന് വേണ്ട എല്ലാം 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 കർത്താവിൻ്റെതാണ്. എവരിത്തിങ് ബിലോങ്സ് ടു ദ ലോർഡ്. എല്ലാം കർത്താവിൻ്റെതാണ്, ഒന്നും നമ്മുടേതല്ല എന്നുള്ള ചിന്ത. ഈ ചിന്തയാണ് നമ്മെ കൂടുതൽ താഴ്മയിലേക്ക് നയിക്കുന്നത്. മൂന്നാമത് എന്താണ് ജായിറോസ് നമ്മൾ കാണുന്നത്? 23-ാം വചനം തന്നെ യേശുവിൻ്റെ കാൽക്കൽ വീണ് അപേക്ഷിക്കുകയാണ്, പൊട്ടിക്കരയുകയാണ്. ലോർഡ്, കർത്താവേ, കർത്താവേ, ഹൃദയം പൊട്ടി നിലവിളിക്കുകയാണ് ജായിറോസ്. ഉന്നതനായ മനുഷ്യൻ, ഇത്ര അധികാരമുള്ള മനുഷ്യൻ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വിതുമ്പി വിതുമ്പി കരയുകയാണ്. അവൻ അപേക്ഷിക്കുകയാണ്. 51-ാം സങ്കീർത്തനം 17-ാം വചനം പറയുന്നുണ്ട്, നുറുങ്ങിയ ഹൃദയത്തെ കർത്താവ് നിരസിക്കുകയില്ല. ആ പ്ലീഡിങ് ആറ്റിറ്റ്യൂഡാണ്, യാചിക്കുന്ന, അപേക്ഷിക്കുന്നൊരു മനോഭാവം. ആരോടാ യാചിക്കുന്നത്? കർത്താവിനോടാണ്. കർത്താവിനോട് അപേക്ഷിക്കുവാനും യാചിക്കുവാനും നമുക്ക് ആനന്ദമുണ്ടാകണം. അവിടെ നമ്മൾ അസ്വസ്ഥരാവുകയോ അനാവശ്യമായിട്ടുള്ള ചില കോംപ്ലക്സുകളൊന്നും നമുക്ക് വേണ്ട. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കർത്താവിൻ്റെ സന്നിധിയിൽ യാചിക്കുവാൻ, അപേക്ഷിക്കുവാൻ, നമ്മുടെ ആവശ്യങ്ങൾ ഉണർത്തിക്കുവാൻ നമുക്ക് കഴിയണം. ജായിറോസ് അതാണ് ചെയ്തത്, യാചിക്കുന്ന മനോഭാവം. 4-ാമത് എന്താ വചനം പറയുന്നത്? 23-ാം വചനത്തിൽ തന്നെ ജായിറോസ് കർത്താവിനോട് പറയും, കർത്താവേ, എൻ്റെ കൊച്ചുമകൾ മരിക്കാറായി, അങ്ങ് വന്ന് അവളുടെ മേൽ കൈകൾ വെച്ച് അവളെ ജീവനിലേക്ക് കൊണ്ടുവരണമേ. ബിലീവിങ് ആറ്റിറ്റ്യൂഡാണ്, വിശ്വസിക്കുന്ന മനോഭാവം. ഇത് വളരെ പവർഫുള്ളാണ് പ്രിയപ്പെട്ടവരെ. മാർക്കോസിന് സുവിശേഷം 9:23 യേശു പറഞ്ഞു, വിശ്വസിക്കുന്നവർക്ക് യാതൊന്നും അസാധ്യമായിരിക്കില്ല. വിശ്വസിക്കുന്നവർക്കെല്ലാം സാധ്യമാണ്. ഈ വചനം നിങ്ങൾ റേമയായി, ദൈവത്തിന് വരുന്ന വചനമായി നിങ്ങൾ സ്വീകരിച്ചോ? ആരെല്ലാം യേശുവിൽ വിശ്വസിക്കുന്നുവോ, ആരെല്ലാം കർത്താവിൽ ഹൃദയമുറപ്പിക്കുന്നുവോ, ദൈവത്തിന് തിരുവെഴുത്ത് പഠിപ്പിക്കുകയാണ്, അവർക്കെല്ലാം സാധ്യമാണ്. ജായിറോസ് പറഞ്ഞു, കർത്താവേ, എൻ്റെ കൊച്ചുമകളെ രക്ഷിക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ, നിനക്ക് മാത്രം ഇടപെടാൻ പറ്റൂ. ഹെൽപ്ലെസ്സായ, ഹോപ്പ്ലെസ്സായ ഒരു അവസ്ഥയിലാണ് ജായിറോസ്. ഡോക്ടേഴ്സ് അവൾ ഉപേക്ഷിച്ചു. ഇനി സയൻസിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ ലോകത്തിൽ ഒരു മനുഷ്യനും ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. സർവശക്തനായ കർത്താവേ, അങ്ങേക്ക് മാത്രമാണ് എൻ്റെ കുഞ്ഞിനെ സുഖപ്പെടുത്തുവാൻ, എൻ്റെ കുഞ്ഞിനെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങ് വന്ന് അവളെ സുഖപ്പെടുത്തണം. എന്നോ ഒരു വിശ്വാസമാണ് പ്രിയപ്പെട്ടവരെ. ഈ ഒരു വിശ്വാസത്തിലേക്കാണ് പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരും വിളിക്കുന്നത്. ഏത് സാഹചര്യത്തിലും കർത്താവിനെ പ്രവർത്തിക്കാൻ പറ്റും. എൻ്റെ സാഹചര്യങ്ങൾ എന്തുമാത്രം മോശമാവട്ടെ, തകർന്ന അവസ്ഥയാവട്ടെ, മാനുഷികമായി പറഞ്ഞാൽ ഇനി രക്ഷപ്പെടാൻ യാതൊരു സാധ്യത ഇല്ലാത്തൊരവസ്ഥയായിക്കൊള്ളട്ടെ, അത്തരത്തിലുള്ള അവസ്ഥയിൽ നിന്ന് പോലും നമ്മെ ഉയർത്തുവാൻ, നമ്മെ വളർത്തുവാൻ, നമ്മെ അനുഗ്രഹിക്കുവാൻ, നമ്മളെ പരിപാലിക്കുവാൻ കരുത്തുള്ളവനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ! ഈ ഒരു ബോധ്യത്തിലേക്ക് എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മളെല്ലാം കടന്നു വരണം. ജായിറോസിന്റെ ഈ മനോഭാവങ്ങൾ കർത്താവ് കണ്ടപ്പോൾ 5:24 എന്താ വചനം പറയുന്നത്? യേശു അവൻ്റെ കൂടെ പോയി. ജായിറോസിന്റെ ഭവനത്തിലേക്ക് യേശു പോവുകയാണ്. യേശു പോയത് ജായിറോസിന്റെ തടിമിടുക്ക് കണ്ടിട്ടല്ല, അവൻ്റെ വാക്സാമർത്ഥ്യം കണ്ടിട്ടല്ല, അവൻ്റെ അധികാര സ്ഥാനം കണ്ടിട്ടല്ല. അവൻ്റെ വിശ്വാസം, അവൻ്റെ എളിമ,
സ്വാർത്ഥതയില്ലാത്ത അവൻ്റെ മനോഭാവം, യാചിക്കുവാനുള്ള അവൻ്റെ ആറ്റിറ്റ്യൂഡ്, ഇതിലേക്കാണ് കർത്താവിൻ്റെ കണ്ണുകൾ ശ്രദ്ധ പതിച്ചത്. അവിടെ അത്ഭുതം സംഭവിക്കുകയാണ്. ഈ സമയത്താണ് അവൻ്റെ പരിചാരകന്മാരിൽ ഒരുവൻ വന്ന് പറഞ്ഞു, ഗുരുവിനെ ഇനി ബുദ്ധിമുട്ടിക്കേണ്ട, നിന്റെ മകൾ മരിച്ചുപോയി. ഏതൊരപ്പൻ്റെയും ചങ്ക് തകരുന്ന കാര്യമാണ് ജായിറോസ് കേട്ടത്. എന്നാൽ യേശു എന്താ പറഞ്ഞത്? മാർക്കോസിന് സുവിശേഷം 5:36 കർത്താവ് പറഞ്ഞു, ജായിറോസ് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഈ വചനം നമ്മൾ മുറുകെ പിടിക്കണം. പലവിധ പ്രതിസന്ധികൾ മൂലം തകർന്ന മനുഷ്യരെ, ബിസിനസ് നഷ്ടപ്പെട്ടവരെ, ജോലി നഷ്ടപ്പെട്ടവരെ, ആരോഗ്യം നഷ്ടപ്പെട്ടവരെ, കുടുംബം താറുമാറായവരെ, ജീവിതത്തിൽ പലവിധ പരാജയങ്ങൾ മൂലം ഒരുപാട് നട്ടം തിരിയുന്ന ആയിരങ്ങളെ ഈ ശുശ്രൂഷയിൽ കർത്താവ് കാണുന്നുണ്ട്. ഇത് നമുക്കുള്ള ദൈവത്തിൻ്റെ ദൂതാണ്. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവസാന വാക്ക് മനുഷ്യരുടേതല്ല, ദൈവമായ കർത്താവിൻ്റെതാണ്. സർവശക്തനായ കർത്താവാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക, വിശ്വസിക്കുക, വിശ്വസിക്കുക. എനിക്ക് അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റും. ജായിറോസ് കർത്താവിൻ്റെ വാക്കങ്ങ് വിശ്വസിച്ചു. 5-ാം അധ്യായം 41-42 വചനങ്ങൾ. ജായിറോസിന്റെ ഭവനത്തിലേക്ക് യേശു കടന്നു ചെന്നു. അവൻ്റെ മകൾ മരിച്ചു കിടക്കുകയാണ്. ആ മുറിയിലുണ്ടായിരുന്നവരെ എല്ലാം യേശു പുറത്താക്കിയിട്ട് മരിച്ചു കിടക്കുന്ന കുഞ്ഞിനെ നോക്കി കർത്താവ് പറഞ്ഞു, ജീവന്റെ ജീവനായ, ജീവൻ നൽകുന്നവനായ, ജീവന്റെ ദാതാവായ കർത്താവ് എന്താ പറഞ്ഞത്? തലിത്താക്കും, ബാലിക എഴുന്നേൽക്ക്. 42-ാം വചനം പറയാണ്, ഈശോ കൈക്ക് പിടിച്ച് ആ കുഞ്ഞിനെ എഴുന്നേൽപ്പിച്ചു. മരണം മാറി. കർത്താവ് തൊട്ടപ്പോൾ മരണം മാറി, ജീവൻ വന്നു. എല്ലാവരും അത്ഭുതപ്പെടുകയാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ജായിറോസിന്റെ കുടുംബത്തിൽ മരണവീടാണ്. നിരാശയും ദുഃഖവും നിലവിളിയാണ് ആ കുടുംബത്തിലുണ്ടായിരുന്നത്. എന്നാൽ കർത്താവിൻ്റെ ഈ പ്രവൃത്തി ആ മരണവീടിനെ ആനന്ദത്തിൻ്റെ, കൃപയുടെ ഭവനമാക്കി മാറ്റുകയാണ്. നിലവിളി മാറി, വേദന മാറി, ദുഃഖം മാറി, സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ആനന്ദത്തിൻ്റെ അലയടികൾ ആ കുടുംബത്തിൽ വെളിപ്പെടുകയാണ്. എന്തുകൊണ്ടിത് സംഭവിച്ചത്? ജായിറോസ് എന്ന് പറയുന്ന മനുഷ്യൻ കർത്താവിൽ പൂർണ്ണമായും വിശ്വാസം അർപ്പിച്ചതാണ് ഈ അത്ഭുതത്തിൻ്റെ കാരണം. ആ കുടുംബത്തിൽ ദൈവത്തിന് ശക്തമായ ഇടപെടൽ സംഭവിക്കാനുള്ള കാരണം. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഇത് തന്നെയാണ് നമ്മുടെ ജീവിതങ്ങളിലും, നമ്മുടെ കുടുംബങ്ങളിലും, നമ്മുടെ ആവശ്യങ്ങളിലും കർത്താവ് പ്രവർത്തിക്കുവാൻ മുഖാന്തരമാകുന്നത്. ജായിറോസിനെ പോലെ സ്വാർത്ഥതയില്ലാത്ത, താഴ്മയുള്ള, എവിടെയും ഹൃദയനുറുക്കത്തോട് അപേക്ഷിക്കുവാനുള്ള, ഏത് സാഹചര്യത്തിലും വിശ്വസിക്കുവാനുള്ള ഒരു അർപ്പണബോധത്തിലേക്ക് നമ്മൾ കടന്നു വന്നാൽ നമ്മുടെ ജീവിതത്തിന് മുഴുവൻ കൺട്രോള്, നമ്മുടെ കുടുംബത്തിൻ്റെ, നമ്മുടെ മക്കളുടെ, ആത്മീയ ഭൗതികമായ നമ്മുടെ എല്ലാ ആവശ്യങ്ങളുടെയും നിയന്ത്രണം ദൈവമായ കർത്താവ് ഏറ്റെടുക്കും. അവിടുന്ന് നമ്മുടെ ആവശ്യങ്ങൾക്ക് തീർപ്പുണ്ടാക്കി തരുമെന്ന് ഈ തിരുവചനങ്ങളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അറിയിക്കുകയാണ്. ഈ ദൂത് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഏറ്റെടുത്ത് കൂടുതൽ കൃപയുടെ ജീവിതമാകുവാൻ നമുക്ക് ആഗ്രഹിക്കാം. കർത്താവിനോട് പ്രാർത്ഥിക്കാം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ വിശ്വാസത്തിന് നാഥനായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിൽ ശരണപ്പെടുക. ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും കടന്നു വരാം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാ,